ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. കേരള എഞ്ചിനീയറിംഗിൻ്റെ തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. അതിന് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് സ്പോട്ട് അഡ്മിഷനാണ്. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷനാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് എല്ലാവരും വരണം, അവിടെ വെച്ച് അലോട്ട്മെൻറ്റ് നടക്കും. അപ്പോൾ അവിടെ വരുന്ന ആളുകൾക്ക് മാത്രമേ അലോട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അതിന് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. എന്നാൽ അതാത് കോളേജുകളിൽ പോകേണ്ട, എല്ലാവർക്കും കൂടെ ഒരു സിംഗിൾ സ്പോട്ടിലാണ് വരേണ്ടത്. അതിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. സോ ബിടെക്കിൻ്റെ സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ 2024 നോട്ടിഫിക്കേഷനാണ്. ഇത് നടക്കുന്ന സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷനാണ്. ഇത് നടക്കുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ വെച്ചിട്ടാണ്. കഴിഞ്ഞ വർഷവും തൃശ്ശൂർ വെച്ചിട്ടാണ് സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ നടന്നത്. കാരണം KTUവിൻ്റെ ആസ്ഥാനം വരുന്നത്, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വരുന്നത് തൃശ്ശൂരാണ്. അതുകൊണ്ടാണ്. അതുമാത്രമല്ല, കേരളത്തിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും എത്തിപ്പെടാൻ റിലേറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള, എത്തിപ്പെടാൻ സൗകര്യപ്പെട്ട ഒരു സ്ഥലം എന്നുള്ള നിലക്കും കൂടിയാണ്. ഇത് നടക്കുന്ന ഡേറ്റ് സെപ്റ്റംബർ 11 ആണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. സോ ആ ദിവസം നമ്മൾ അവിടെ ചെന്നിരിക്കണം. സംസ്ഥാനത്ത് 9 സർക്കാർ കോളേജുകളിലേക്കും 3 എയ്ഡഡ് കോളേജുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷനാണ് നടക്കുന്നത്. ഇനി ഏതൊക്കെയാണ് എൻ്റെ സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെപ്റ്റംബർ 11 രാവിലെ 8 മണി മുതൽ 12 മണി വരെയാണ്. 8 മണിക്കൊക്കെ നമ്മൾ അവിടെ എത്തിയാൽ പോരാ. ആക്ച്വലി കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ക്യൂ ആണ് ഉണ്ടാവുക. അപ്പോൾ എത്രയും നേരത്തെ നമ്മൾ ചെല്ലുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നമുക്ക് സ്പോട്ട് അഡ്മിഷന് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, ആ കാണുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് സ്റ്റുഡൻസ് അവിടെ ഉള്ള കമ്പ്യൂട്ടറിൽ ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ശേഷം അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സിങ് അവിടെ വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്ത് വൈകിട്ടാകുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് പറഞ്ഞ് ആർക്കൊക്കെയാണ് ഈ പറയുന്ന സ്പോട്ട് അഡ്മിഷൻ കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് അനൗൺസ് ചെയ്ത് അവിടെ വെച്ച് തന്നെ ഫീസ് അടച്ച് നമ്മൾ അഡ്മിഷൻ എടുക്കണം. ഇതാണ് പ്രൊസീജിയർ. സോ 1 day you have to spend for that. അത് തന്നെ കഴിയുന്നതും നേരത്തെ 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും അതിലും നേരത്തെ അവിടെ എത്തിച്ചേരുക. കഴിഞ്ഞ വർഷം more than 3000 സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും എത്ര സിസ്റ്റം ഉണ്ടെങ്കിലും ഓരോരുത്തർക്കും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ സമയം രജിസ്റ്റർ ചെയ്യാൻ ആവശ്യം വരും. അപ്പോൾ അത് വലിയ ലോങ് ക്യൂ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 8 മണി മുതൽ 12 മണി വരെ, കഴിഞ്ഞ വർഷം ഒരു 2 മണി വരെയൊക്കെ രജിസ്ട്രേഷൻ നീണ്ടുപോയിരുന്നു. രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 1 മണി മുതൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നതാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോസസ്സ് ചെയ്ത് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയ ആളുകൾ മാത്രമേ അവിടെ നിൽക്കേണ്ടതുള്ളൂ. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഗവൺമെൻറ് എയ്ഡഡ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ്, CAPE, IHRD, LBS, CCE, SCT, കുസാറ്റ്, ഇത്രയും കോളേജുകളിൽ നിന്ന് അല്ലാതെ വരുന്ന, അതായത് ഗവൺമെൻറ്റിന് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള കോളേജുകളിൽ നിന്ന് അല്ലാതെ വരുന്ന ഒഴികെയുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളും NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടതാണ്. അതായത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്പോട്ട് അഡ്മിഷന് നിങ്ങൾ പങ്കെടുക്കാൻ വരികയാണെങ്കിൽ NOCയും കൂടെ കൊണ്ടുവരേണ്ടത് നിർബന്ധമാണ്. ഗവൺമെൻറ് കോളേജുകളാണെങ്കിൽ, അതുപോലെ തന്നെ ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജുകളാണെങ്കിൽ നോ ഇഷ്യൂസ്. ഇനി അപ്പോൾ തന്നെ ഫീസ് അടച്ച് അഡ്മിഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഫീസിൻ്റെ കാര്യങ്ങൾ, എമൗണ്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്. SC ST സ്റ്റുഡൻസിന് ഫീസ് എമൗണ്ട് കുറവാണ്. ജനറൽ കാറ്റഗറി ഫീസാണ് ഈ പറയുന്നത്. അപ്പോൾ അത് ഇനി നമ്മൾ ഓൾറെഡി CEയിലേക്ക് ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഏതായാലും ഈ പറയുന്ന എമൗണ്ട് ഫീസ് നിങ്ങൾ കയ്യിൽ കരുതണം നിർബന്ധമായിട്ടും. കാരണം നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഫീസ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ, ഓൾറെഡി ഒരു സ്കീമിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടി, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റൗണ്ട് അലോട്ട്മെൻറ്റുകൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പ് മാത്രമാണ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ അതാത് കോളേജിൽ നിന്നുള്ള TC മറ്റ് സാധനങ്ങളൊന്നും വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്നുള്ള ഡോക്യുമെൻറ്റ്സ് കിട്ടുകയുള്ളൂ. സോ അതുകൊണ്ട് അവിടെ അഡ്മിഷൻ എടുത്തതിൻ്റെ അഡ്മിഷൻ സ്ലിപ്പാണ് കൊണ്ടുവരേണ്ടത്. ഇനി ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാതെ ഉള്ള കുട്ടികൾക്ക് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട്. അലോട്ട്മെൻറ്റ് മെമ്മോ, +2 മാർക്ക് ഷീറ്റ്, ഡാറ്റ ഷീറ്റ്, SLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിന് SLC തന്നെ മതി, നേറ്റിവിറ്റി, അങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്റ്റുഡൻസ് വിതൗട്ട് TC വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു ജോയിൻ. ഓക്കെ, അതായത് ഓൾറെഡി അഡ്മിഷൻ ഉള്ള സ്റ്റുഡൻസിന് അഡ്മിഷൻ സ്ലിപ്പ് മതി. അഡ്മിഷൻ ഇതുവരെ എവിടെ എടുക്കാത്തവർ TC നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ ഫീ റെസിപ്റ്റ് മറന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, ഫ്രീ റെസിപ്റ്റ്. ബാക്കി ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം കൊണ്ടുപോകുക. അതിൻ്റെ തന്നെ കോപ്പീസ് വേണം, അതുപോലെ തന്നെ ഫോട്ടോ വേണം. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. കാരണം അഡ്മിഷൻ അവിടെ വെച്ച് നമ്മൾ കൺഫേം ചെയ്യുകയാണ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് സ്പോട്ട് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇനി മറ്റൊരു കാര്യം, ഓൾറെഡി അഡ്മിഷൻ എടുത്തവർക്കും നമ്മൾ അതിനേക്കാളും ബെറ്റർ കോളേജിൽ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ അങ്ങോട്ട് മാറാൻ വേണ്ടി സ്പോട്ട് അലോട്ട്മെൻറ്റിന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അഡ്മിഷൻ എടുത്തവർക്കും ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത എല്ലാ സ്റ്റുഡൻസിനും സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ബട്ട് യു ഹാവ് ടു സ്പെൻഡ് 1 day അവിടെ നല്ല പ്രിപ്പറേഷനോട് കൂടി, അതായത് നേരത്തെ തന്നെ ചെല്ലുക, ഭക്ഷണ കയ്യിൽ എന്തെങ്കിലും കരുതുക. കാരണം മോസ്റ്റ് പ്രോബബ്ലി വലിയൊരു ക്യൂ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കാറുള്ളത്. ഏതായാലും
ഇതുവരെ അഡ്മിഷൻ കിട്ടാത്തവരും ഇനി കിട്ടിയ അഡ്മിഷനിൽ തന്നെ ബെറ്റർ കോളേജുകളിലേക്ക് മാറാൻ താല്പര്യപ്പെടുന്നവർക്കും തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുക. സെപ്റ്റംബർ 11 ഡേറ്റ്. 8 മണി മുതലാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ തന്നെ എത്തിച്ചേരുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.